ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനാണ്. ഫസ്റ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പാർഷ്യൽ പ്രഷർ എന്നൊരു ടേം കൊടുത്തിട്ടുണ്ട്. Partial pressure. In a mixture of gases, every gas exerts the pressure proportional to its volume in that mixture. അപ്പം ഒരു ഗ്യാസിൻ്റെ ഒരു മിക്സ്ചറിൽ ഓരോ ഗ്യാസും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ പറയുന്നതാണ് പാർഷ്യൽ പ്രഷർ. ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസ്, ഒരു ഗ്യാസിൻ്റെ ഒരു കൂട്ടത്തിൽ എവറി ഗ്യാസ് എക്സേർട്സ് ദ പ്രഷർ, എല്ലാ ഗ്യാസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രഷർ കൊണ്ടുവരുന്നുണ്ട്. അതെന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം ഇൻ ദാറ്റ് മിക്സ്ചർ. ആ മിക്സ്ചറിലെ വോളിയത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നന്നായി മനസ്സിലാക്കി വെക്കുക. കാരണം ഈ പാർഷ്യൽ പ്രഷർ വെച്ചിട്ടാണ് നമ്മൾ മുൻപോട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 760 mmHg വിച്ച് ഈസ് എക്സേർട്ടഡ് ബൈ എയർ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 760 mmHg ആണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ, ഈ എയറിൽ 21% ഓക്സിജൻ ഉള്ളത്. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ എത്ര, 21%, ആൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760 mmHg. അങ്ങനെയാകുമ്പം 21% ഓഫ് 760 mmHg എന്ന് പറയുന്നത് എത്രയാണ്, 160 mmHg ആണ്. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് 160 mmHg. Then, do we breathe atmospheric air? Breathe atmospheric air. Partial pressure of oxygen at alveoli reduces to 100 mmHg. അപ്പം നിലവിൽ ഇപ്പം എത്രയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉള്ളത്, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് 160 mmHg ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, 100 കുറയുന്നുണ്ട്. ഈ 100 കുറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും എത്രയുള്ളത്, 160 mmHg ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 100 mmHg ആവുന്നുണ്ട്. കാരണം നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ആ എയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെസ്പിറേറ്ററി പാസേജിലൂടെ പോകുന്ന സമയത്ത് അവിടെ മോയിസ്റ്റൻ ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഡിനോട്ടഡ് ആസ് PO2 is a partial pressure of oxygen and PCO2 is a partial pressure of carbon dioxide. അപ്പം പാർഷ്യൽ പ്രഷറിനെ ഡിനോട്ട് ചെയ്യുന്നത് PO2 എന്നും PCO2 എന്നുമാണ് ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ഡിനോട്ട് ചെയ്യുന്നത്. ഗ്യാസസ് ക്യാൻ ഡിഫ്യൂസ് ഫ്രം ഹയർ പാർഷ്യൽ പ്രഷർ ടു ലോവർ പാർഷ്യൽ പ്രഷർ. അപ്പം ഗ്യാസസ് എപ്പോഴും എങ്ങനെയാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്, ഹൈ പാർഷ്യൽ പ്രഷറിൽ നിന്ന് ലോ പാർഷ്യൽ പ്രഷറിലേക്കാണ് ഗ്യാസസ് എപ്പോഴും ഡിഫ്യൂസ് ചെയ്യുന്നത്. Transport of gases. It is through blood the transport of oxygen and carbon dioxide take place. 97% of oxygen is transported by RBC in the form of oxyhemoglobin and 3% through plasma. അപ്പം ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എങ്ങനെയാണ്, ബ്ലഡിലൂടെയാണ് നടക്കുന്നത്. അത് ഗ്യാസസ് എന്ന് പറയുമ്പം ഓക്സിജൻ വരും, കാർബൺ ഡൈ ഓക്സൈഡും വരും. രണ്ടിൻ്റെയും ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത്, ബ്ലഡിലൂടെയാണ് നടക്കുന്നത്. നമുക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ മാത്രം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി, കാർബൺ ഡൈ ഓക്സൈഡ് നോക്കേണ്ട കാര്യമില്ല. ദെൻ ഫസ്റ്റ്, ഓക്സിജൻ എങ്ങനെയാണ്, 97% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ഓക്സിഹീമോഗ്ലോബിൻ ആൻഡ് 3% ആണ് പ്ലാസ്മ വഴിയും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. Transport of oxygen. The red colored iron containing pigment in RBC is hemoglobin, and this bond with oxygen to form oxyhemoglobin, and this binding is related to partial pressure of oxygen. 4 molecules of oxygen can be carried by a single hemoglobin. Binding is affected by partial pressure of carbon dioxide, hydrogen ions concentration and temperature. അപ്പം നമ്മുടെ റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് ഇൻ RBC ഈസ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെഡ് കളേർഡ് ആയിട്ടുള്ള അയൺ ഉള്ള ഒരു പിഗ്മെൻറ്റ്, RBCയിലുള്ള പിഗ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബോണ്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ബൈൻഡിങ് ഈസ് റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പം ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നതും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ്റെ അടിസ്ഥാനത്തിലാണ്. 4 ഓക്സിജൻ മോളിക്യൂളിനെ ഒരു ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും.
and binding is affected by partial pressure of carbon dioxide, hydrogen ions, concentration and temperature. അപ്പം ബൈൻഡിങ് എന്ന് പറയുന്നത് ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ, ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയും. Then when the relationship of hemoglobin with oxygen is expressed by plotting of oxygen saturation of blood against the partial pressure of oxygen, an S-shaped sigmoid curve is obtained. This is called oxygen dissociation curve or oxygen hemoglobin dissociation curve. അപ്പം ഹീമോഗ്ലോബിൻ എത്രത്തോളം ഹീമോഗ്ലോബിൻ ഓക്സിജൻ എടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഓക്സിജൻ സാച്ചുറേഷനും അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും വെച്ചിട്ടാണ് നമ്മളത് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു എസ് ഷേപ്പ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവാണ് കിട്ടുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവെന്നോ അല്ലെങ്കിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവെന്നും പറയാറുണ്ട്. സോ നമ്മൾ പറഞ്ഞ ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ചില പ്രത്യേക കണ്ടീഷൻസിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അണ്ടർ സെവറൽ കണ്ടീഷൻ ദ കർവ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇനി റൈറ്റിലേക്ക് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ലോ pH, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ 2-3 BPG. ഇനി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട കണ്ടീഷൻസ് ആണ് ഹൈ pH, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ലോ ടെമ്പറേച്ചർ ആൻഡ് ലോ 2-3 BPG. സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് ആണ് വരുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും കൂടി നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഈ പിക്ചറിൽ കൊടുത്തിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്, സിഗ്മോയിഡ് കർവ്. അപ്പം ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ആൻഡ് സൈഡിൽ പെർസെൻറ്റേജ് ഓഫ് O2 സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് 3 കാര്യങ്ങൾ നമുക്കിതിൽ നോക്കാനുള്ളത്. ഫസ്റ്റ്, പാർഷ്യൽ പ്രഷർ 100 mmHg ആകുന്ന സമയത്ത് ഓൾമോസ്റ്റ് 95% ഓഫ് ഓക്സിജനും HB ആയിട്ട് സാച്ചുറേറ്റഡ് ആണ്. 95% ഓഫ് ഓക്സിജൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് HB. ആൻഡ് ഇനി കുറച്ചും കൂടി നോക്കുന്ന സമയത്ത് ഒരു 40 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 40 മാർക്ക് ചെയ്യുന്നുണ്ട്. ടിഷ്യൂ ആയിട്ട് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം 40 എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് 75% ഓഫ് ഓക്സിജനും ഹീമോഗ്ലോബിനായിട്ട് സാച്ചുറേറ്റ് ആയിട്ടുണ്ട്. ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി 75%ഓളം സാച്ചുറേറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു വീണ്ടും അപ്പുറത്ത് 28 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനിൽ ഒരു 20യുടെയും 30യുടെയും ഇടയ്ക്കുന്ന മാർക്ക് ചെയ്തിട്ടുണ്ട്. 28 mmHg ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 50% ഓഫ് ഓക്സിജൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പം ഇത്രയും 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 100 mmHg ആകുന്ന സമയത്ത് 95% ഓഫ് ഓക്സിജൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് HB. ഇനി 40 mmHg ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോഴും 75% ഓഫ് ഓക്സിജൻ ഈസ് സ്റ്റിൽ സാച്ചുറേറ്റഡ് വിത്ത് HB. ആൻഡ് 28 mmHg ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 50% ഓഫ് ഓക്സിജൻ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് HB. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി എത്രത്തോളമാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അളവായി പറയുന്നത്. ഇനി ഇതിൽ 28 mmHg ആവുന്ന സമയത്ത് അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? 50% ഓഫ് ഓക്സിജൻ ഈസ് സാച്ചുറേറ്റഡ്. ആൻഡ് അതിനെയാണ്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ബ്രെത്ത് കൺട്രോളിങ് പീരീഡ് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പം ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻ ദ സിഗ്മോയിഡ് കർവ്. വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 100 mmHg, 95% ഓഫ് ഓക്സിജൻ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് ഹീമോഗ്ലോബിൻ. വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 40 mmHg, 75% ഓഫ് ഓക്സിജൻ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ആൻഡ് വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 28 mmHg, 50% ഓഫ് ഓക്സിജൻ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ആൻഡ് ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ബ്രെത്ത് കൺട്രോളിംഗ് പീരീഡ്. അപ്പം ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒരു സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് ഷേപ്പിലാണ് ഉള്ളതെന്ന കാര്യം മാത്രം ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. കൂടുതലായിട്ടൊന്നും ഇതിൽ പഠിക്കേണ്ട കാര്യമില്ല. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പം ഓക്സിജൻ പലയിടത്തും എത്രയാണ്, അപ്പം നമ്മുടെ ബ്ലഡിൽ, ആർട്ടറി ബ്ലഡിൽ, വീനസ് ബ്ലഡിൽ, അറ്റ്മോസ്ഫിയറിലൊക്കെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളാർ എയർ ഈസ് 104 mmHg. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ പൾമണറി വെയിൻ ഈസ് 40 mmHg. പൾമണറി വെയിൻ എന്ന് പറയുന്നത് വീനസ് ബ്ലഡിൽ. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആർട്ടറി ബ്ലഡ് ഈസ് ബിറ്റ്വീൻ 90 to 104 mmHg. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ in the body
ബോഡി ടിഷ്യൂസ് ഈസ് 40 mmHg. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആൽവിയോൾ എയറിൽ എത്രയാണ്? 104, പൾമണറി വെയിൻ അല്ലെങ്കിൽ വീനസ് ബ്ലഡിൽ 40, ആർട്ടറിയൽ ബ്ലഡിൽ 90 to 104 ആൻഡ് ടിഷ്യൂസിൽ 14 mmHg. ഇത് ബൈഹാർട്ടാക്കി പഠിക്കണം. കാരണം ഇനി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ആൽവിയോളിൽ നിന്ന് ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് സെൽസിലേക്കും അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പം ആ സമയത്ത് ഇത് ഓർത്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇത് ബൈഹാർട്ടാക്കി പഠിക്കുക. എത്രയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോളർ എയറിലും പൾമണറി വെയിനിലും ആർട്ടറിയൽ ബ്ലഡ് ആൻഡ് ടിഷ്യൂസിലും ഉള്ളത് കാര്യം. Gas exchange at alveoli. In alveoli, gas exchange occurs in between alveolar air and the blood. അപ്പം ആൽവിയോളയിൽ ബ്ലഡും ആൽവിയോളാർ എയറുമാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തുന്നത്. ഓക്സിജൻ ഫ്രം ഓൾ ആൽവിയോളാർ എയർ ഡിഫ്യൂസ് ടു പൾമണറി ബ്ലഡ് because now pulmonary blood is deoxygenated as tissue utilized oxygen for their energy production. അപ്പം ഓക്സിജൻ ആൽവിയോളിൽ എത്തുന്ന ഓക്സിജൻ എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലേക്കാണ് പോകുന്നത്. ബ്ലഡിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. ഇറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഓക്സിജൻ കംപ്ലീറ്റ് നമ്മുടെ ടിഷ്യൂസ് എടുത്തിരിക്കുകയാണ്. ടിഷ്യൂസ് എന്തിനാണ് ഓക്സിജൻ എടുക്കുന്നത്? നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ടിഷ്യൂസ് ഓക്സിജൻ എടുക്കുന്നത്. അങ്ങനെ ആകുമ്പം ബ്ലഡിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് ആൽവിയോളാർ എയറിലുള്ള ഓക്സിജൻ ബ്ലഡ് എടുക്കുന്നു ആൻഡ് ബ്ലഡിൽ നിന്ന് അത് വീണ്ടും എങ്ങോട്ടേക്ക് പോകുന്നു? ടിഷ്യൂസിലേക്ക് തന്നെ പോകുന്നു. Partial pressure of oxygen at alveolar air is 104 mmHg and pulmonary vein is 14 mmHg. So oxygen diffused to pulmonary vein from alveoli. അപ്പം ഈ ഗ്യാസ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞു ഹൈ പാർഷ്യൽ പ്രഷറിൽ നിന്ന് ലോ പാർഷ്യൽ പ്രഷറിലേക്കാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെ ആൽവിയോളാർ എയറിൽ എത്രയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതൊക്കെ. ആൽവിയോളാർ എയറിൽ 104 mmHg ആണ് നമ്മുടെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ. ആൻഡ് നമ്മുടെ വീനസ് ബ്ലഡിൽ എത്രയുള്ളത്? 40 mmHg ആണ്. അപ്പം കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളിടത്തേക്കാണ് എന്ത് പോകുന്നത്? ഈ ഓക്സിജൻ പോകുന്നത്. അപ്പം നമ്മുടെ ആൽവിയോളാർ എയറിൽ നിന്ന് ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പോകുന്നു. സോ ഓക്സിജൻ ഡിഫ്യൂസ് ടു പൾമണറി വെയിൻ ഫ്രം ആൽവിയോളി. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസാണ്. അത് പഠിക്കേണ്ട, ജസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇൻ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ആൽവിയോളാർ എയർ ഈസ് 40 mmHg ആൻഡ് പൾമണറി ബ്ലഡ് ഈസ് 46 mmHg. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ഫ്രം പൾമണറി ബ്ലഡ് ടു ആൽവിയോളി. ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സ്പെൽഡ് ഔട്ട്. അപ്പം നമ്മുടെ ആൽവിയോളാർ എയറിൽ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് 40 mmHg ഉള്ളൂ. ആൻഡ് ബ്ലഡിൽ എത്രയുണ്ട്? 46 mmHg ഉണ്ട്. കാരണം നമ്മുടെ പൾമണറി ബ്ലഡ് എല്ലാം നമ്മുടെ എനർജി പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂസിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് വളരെയധികം കൂടുതലുണ്ട്. അത് ടിഷ്യൂ എങ്ങോട്ടേക്ക് കൊടുക്കും? ടിഷ്യൂസ് ബ്ലഡിലേക്ക് കൊടുക്കും. അങ്ങനെയാകുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ എന്താണ്? കൂടുതലാണ്. ഇനി ഈ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആരെടുക്കും? ആൽവിയോളെ എടുത്തിട്ട് ആൽവിയോളി വഴി ആ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് നമ്മൾ എക്സ്പയർ ചെയ്ത് വിടുക ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആൽവിയോളാർ എയറിൽ 40 mmHgയും പൾമണറി ബ്ലഡിൽ 46 mmHg ആണുള്ളത്. സോ ഹൈ ഉള്ളിടത്ത് നിന്ന് എങ്ങോട്ടേക്ക് പോകും? ലോ ആയിട്ടുള്ളിടത്തേക്ക് പോകും. അങ്ങനെ ആവുന്ന സമയത്ത് ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? ആൽവിയോളയിലേക്ക് പോകുന്നു. ആൻഡ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സ്പെൽഡ് ഔട്ട്. ഓക്കെ. നെക്സ്റ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് അറ്റ് ടിഷ്യൂസ്. At tissue level, gas exchange take place between the blood and tissue. നമ്മൾ ഓൾറെഡി ആൽവിയോളയിൽ നമ്മൾ പറഞ്ഞു ആൽവിയോള എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ബ്ലഡിലേക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇനി നെക്സ്റ്റ് നടക്കുന്നത് ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകണം? ടിഷ്യൂസിലേക്ക് പോകണം. അതാണ് നോക്കുന്നത്. ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ ടു ടിഷ്യൂ. അപ്പം ഓൾറെഡി ബ്ലഡിൽ എന്തായി? ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നു. ബ്ലഡ് ഹാവിംഗ് പാർഷ്യൽ പ്രഷർ ഓഫ് 100 mmHg while tissues has only partial pressure of 14 mmHg. അപ്പം ഇപ്പോൾ ബ്ലഡിൽ എത്രയുണ്ട്? നമ്മൾ ആൽവിയോളയിലുള്ള ഓക്സിജൻ നമ്മൾ ബ്ലഡിലേക്ക് എടുത്തു. ബ്ലഡിൽ ഇപ്പം എന്തുണ്ട്? 100 mmHg ഓക്സിജൻ ഇരിപ്പുണ്ട്. ആൻഡ് ടിഷ്യൂസിൽ എത്രയേ ഉള്ളൂ? 40 mmHg ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നു. സോ ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം ബ്ലഡ് ടു ടിഷ്യൂ. ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് പോകുന്നു. ദിസ് ഡിഫ്യൂഷൻ ഈസ് കണ്ടിന്യൂഡ് അണ്ടിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഓഫ് ടിഷ്യൂ ബിക്കം 100 mmHg. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടിഷ്യൂസിൽ 40 മാറി 100 mmHg ആവുന്നവരെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ടിഷ്യൂസിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് പുറത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇൻ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടിഷ്യൂ ഈസ് ഹൈ, ദറ്റ് ഈസ് 46 mmHg ആസ് കമ്പയർഡ് ടു ബ്ലഡ് വിച്ച് ഈസ് 40 mmHg. ദിസ് ഈസ് ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടിഷ്യൂ ഡ്യൂറിങ് മെറ്റബോളിസം. ദസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ടിഷ്യൂ ടു ബ്ലഡ് until partial pressure of carbon dioxide in blood become 46 mmHg. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ എത്രയുണ്ട്? 46 mmHgയും ബ്ലഡിൽ എത്രയുള്ളൂ? 40 ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടിഷ്യൂസിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ബ്ലഡിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് CO2 ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടിഷ്യൂ ഡ്യൂറിങ് മെറ്റബോളിസം. മെറ്റബോളിസിൻ്റെ സമയത്താണ് CO2 പ്രൊഡ്യൂസ് ആകുന്നത്. ആ CO2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽവിയോളിലേക്ക് കൊടുത്തിട്ട് ആൽവിയോൾ എക്സ്പെൽ ചെയ്യുന്നത്. ദസ് CO2 ഡിഫ്യൂസ് ഫ്രം ടിഷ്യൂ ടു ബ്ലഡ് അണ്ടൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് ബിക്കംസ് 46 mmHg. നേരത്തെ ഓക്സിജൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നേരെ തിരിച്ചാകുന്നേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ 46 mmHg ആകുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ടിഷ്യൂസിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു ആൻഡ് ബ്ലഡിലേക്ക് കൊടുക്കുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ആൻഡ് ദെൻ ഈ കാപ്പിലറി അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അത് ആൽവിയോളേക്ക് കൊടുത്തിട്ട് അത് എക്സ്ഹെയിൽ ചെയ്യുന്നു. ഇതാണ് പിക്ചർ. അപ്പം പിക്ചർ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു തിയറി ഒന്ന് വെച്ച് ഇത് നോക്കിയിട്ട് ഒന്ന് പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എക്സ്ട്രാ റെഫർ ചെയ്യണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് റെഫർ ചെയ്യാം. എക്സ്ട്രാ വേറെ ഒന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. സോ +2 ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സോ താങ്ക് യു.